CPM എന്ന പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന സുധാകരനേക്കാൾ അപകടകാരിയാണ് പുറത്തുള്ള ജി സുധാകരൻ എന്ന് പിണറായി വിജയനും കൂട്ടരും ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അകത്തുള്ള നേതാവ് അകത്തുള്ള പല കാര്യങ്ങളും ഓരോന്നായി പുറത്ത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. CPMന്റെ അധപ്പതനത്തെക്കുറിച്ച്, CPMന്റെ അപജയത്തെക്കുറിച്ച്, CPMന്റെ ജനവിരുദ്ധതയെക്കുറിച്ച്, പാർട്ടി വിരുദ്ധതയെക്കുറിച്ച്, CPMന്റെ വികലമായ നയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ജി സുധാകരൻ പലപ്പോഴും വാചാലനായിട്ടുണ്ട്. അത് തുടരുകയാണ്. പ്രോടൈം സ്പീക്കറായി നേരത്തെ ചുമതലയേറ്റു. അതിനുശേഷം അദ്ദേഹം അതിശക്തനായ അമ്പലപ്പുഴ MLA ആയി മാറിക്കഴിഞ്ഞു. ജനങ്ങൾക്കൊപ്പമാണ് താൻ നിൽക്കുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് CPM എന്ന പാർട്ടിക്കുള്ളിൽ താൻ അനുഭവിച്ച, ഇന്ന് പലരും അനുഭവിക്കുന്ന പല കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരൻ ഇപ്പോൾ രംഗത്ത് വരുന്നത്. എത്രയോ കാലത്തെ പാർലമെന്ററി പാരമ്പര്യ പരിചയം, പൊതുപ്രവർത്തന രംഗത്തെ പരിചയം, SFIയിലൂടെ ഉയർന്നു വന്ന് വലിയ സ്ഥാനങ്ങളിൽ എത്തി, 2 പ്രാവശ്യം മന്ത്രിയായി, അഴിമതി എന്നത് കേട്ടുകേഴ്വി പോലുമില്ലാത്ത ഒരു നേതാവ്, ജനകീയനായ ഒരു പൊതുപ്രവർത്തകൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹത്തെയാണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയന് വേണ്ടി CPMും സലാമും അതുപോലെ നാസറും സജി ചെറിയാനും ചേർന്ന് ചവിട്ടിത്താഴ്ത്തിയത്. അതിൻ്റെ ഫലം ഇപ്പോൾ അവർ ഓരോന്നായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ തുടരും. CPMന്റെ വലിയ കോട്ടങ്ങൾക്കുള്ള ഒരു തുടക്കം. നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വെറും കോട്ടങ്ങൾ മാത്രമായി CPM പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ ചുരുങ്ങും എന്ന് വ്യക്തമാക്കുന്നതാണ് ജി സുധാകരൻ്റെ വാക്കുകൾ. പിണറായി വിജയൻ സഭയിൽ വെറും നനഞ്ഞ ഒരു കോഴി മാത്രമാണ് എന്നാണ് ജി സുധാകരൻ ഇപ്പോൾ പറയുന്നത്. വെള്ളത്തിൽ വീണ നനഞ്ഞ കോഴിയുടെ അവസ്ഥയിലാണ് അദ്ദേഹം എന്നും സുധാകരൻ പറയുന്നു. തൻ്റെ MLA ഓഫീസ് ഉദ്ഘാടന വേളയിലായിരുന്നു ജി സുധാകരൻ്റെ പരാമർശം. നിയമസഭയിലെ മറ്റ് CPM നേതാക്കളെയും കണക്കറ്റ് ജി സുധാകരൻ പരിഹസിച്ചു. KN ബാലഗോപാലിന് സഭയിൽ മിണ്ടാട്ടമില്ല. VD സതീശനെതിരെ പറയാൻ ഒരു നേതാക്കൾക്കും കഴിയുന്നില്ല. എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറയാൻ സഭയിൽ ആരെങ്കിലും വേണ്ടേ CPMന് എന്നും ജി സുധാകരൻ പരിഹസിക്കുന്നു. തോമസ് ഐസക് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. സഭയിലെ പ്രകടനത്തിൽ തനിക്ക് സങ്കടം തോന്നി. ഇടത്തോട്ട് മുണ്ടെടുത്താൽ മാത്രം ഇടതുപക്ഷം ആകില്ല, വലത്തോട്ട് മുണ്ടെടുത്താൽ ആരും വലതുപക്ഷവുമാകില്ല എന്ന കാര്യവും ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നു. ആലപ്പുഴ നഗരസഭയിൽ ചെയർപേഴ്സൺ ആയി ഒരുത്തിയെ കൊണ്ടുവന്ന് പിന്നീട് മറ്റൊരുത്തിയെ കൊണ്ടുവന്നു. അതുകൊണ്ട് ഭരണം LDFന് നഷ്ടമായി. CPMൽ അംഗീകാരമുള്ള യുവജന നേതാക്കൾ ആരും തന്നെ ഇല്ല. കോൺഗ്രസ് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഊന്നുവടിയിൽ നടക്കുന്ന CPM കോൺഗ്രസ് ചെളിക്കുണ്ടിലാണെന്ന് പറയുന്നു. കേരളത്തിൽ കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമാണ്. സമൂഹത്തിൽ CPMന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അടുത്ത കാലത്തൊന്നും CPM ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്ന കാര്യവും ജി സുധാകരൻ വ്യക്തമായി പറയുന്നു. അദ്ദേഹത്തിന് പാർട്ടിയെക്കുറിച്ചറിയാം, പാർട്ടിയുടെ രീതികൾ അറിയാം, പാർട്ടി ഇന്ന് ചെന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയറിയാം, മുൻപ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അറിയാം. എല്ലാം ആധികാരികമായി തന്നെയാണ് ജി സുധാകരൻ പറയുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ ഒരു വാക്കുകൾക്ക് CPMൽ നിന്ന് ആരും പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഇതുവരെ എന്നതും ശ്രദ്ധേയമാണ്. CPM എന്താണ് എന്ന് നമുക്ക് വഴിയേ തന്നെ വ്യക്തമാകും. ജി സുധാകരൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരും. അദ്ദേഹം പറയുന്നത് പോലെ ആധികാരികമായി പറയാൻ, അദ്ദേഹം പറയുന്നത് പോലെ ഉത്തരവാദിത്വത്തോടെ CPMനെ കുറിച്ച് പറയാൻ വേറെ ആരാണ് എന്നുള്ളത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിച്ചു പോവുകയാണ്.